നമ്മളിവിടെ ബാംഗ്ലൂരിൽ ഉദ്ഘാടനം ചെയ്തു. അന്നൊക്കെ തന്നെ ആളെ വീർപ്പ് മുട്ടുന്നതല്ലേ ഉണ്ടായിരുന്നു. നമ്മൾ എവിടെ തുടങ്ങിയെടുത്താ വീർപ്പ് മുട്ടാത്തത്? ദുബായി തുടങ്ങി, പിന്നെ ഇവിടെ ഒമാനിൽ തുടങ്ങി. അങ്ങനെ നമ്മൾ എല്ലാ സ്ഥലത്തും തുടങ്ങുന്നിടത്തൊക്കെ ആൾക്കാരെന്താണെന്നറിയാതെ ഏറ്റെടുക്കുകയാണ്. നമ്മളാരും മാണ്ടെങ്കിൽ ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് പറയാണ്. പ്രത്യേകിച്ച് കർണാടകരെ സംബന്ധിച്ച് ഞാൻ പറയലുണ്ട്, കർണാടകക്കാര് പറഞ്ഞത് ഞങ്ങൾ ഏറ്റെടുത്തോളാം സമ്മേളനം, നിങ്ങളൊക്കെ വേണമെങ്കിൽ കാണാൻ വന്നോളി എന്നാ പറഞ്ഞത് ഞാൻ പറയുന്നുണ്ട്. എന്നതുപോലെ ഏത് സ്ഥലത്ത് വന്നാലും ഇങ്ങനെ ആൾക്കൂട്ടം കണ്ടിട്ട് നമ്മൾ പിന്നെ എന്താണ് പഠിച്ചോനെ, ഇത് അള്ളാന്റെ ദീനാണ്, അള്ളാന്റെ ദീനിനെ അള്ളാഹുത്താല സഹായിക്കും എന്ന് പറഞ്ഞാൽ ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും എന്ന് പറഞ്ഞില്ലേ, അള്ളാന്റെ ഭാഗത്ത് നിങ്ങൾ സഹായിച്ചാൽ അള്ളാഹ് നിങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞ ആ സംഗതി നമ്മൾ കാണുന്നത്, അനുഭവപ്പെടുകയാണ്. അതുകൊണ്ട് നമ്മൾ ഈമാൻ വർദ്ധിക്കാണ്. അള്ളാഹുത്താല ആ നിലക്ക് ഈ മാർഗത്തിൽ തന്നെ എല്ലാ നിലക്കും നമ്മുടെ ആരോഗ്യമൊക്കെ അതിനുവേണ്ടി ചെലവഴിക്കാൻ അള്ളാഹുത്താല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മുടെ തഹിയ്യ, അത് പറഞ്ഞ അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു നബി അള്ളാഹ്ക്ക് കൊടുത്ത് സമർപ്പിച്ചതാ. മിറാജിന് പോയപ്പോഴേ അള്ളാഹുവിനെ കാണുമ്പോൾ കൊടുത്ത സമ്മാനം എന്താണ്? അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തില്ല. അത് നമ്മളിവിടെ കണ്ടില്ലേ? ആ തഹിയ്യാത്ത് നമ്മൾ നിർത്താൻ പറഞ്ഞിട്ട് നിന്നില്ല. അതാ പറഞ്ഞത് ഇന്നലെ നിർത്താൻ പറഞ്ഞു നോക്കുമ്പോൾ നിന്നില്ല. ആൾക്കാർ വരിക, അപ്പൊ ഇങ്ങനെ കയ്യിൽ തരാനും മറ്റേക്ക് തരാനും ഒക്കെ ആൾക്കാർ. ഇത് ജനങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നു. ജനങ്ങളുടെ ദീനാണ്, അള്ളാഹുവിന്റെ ദീനാണ്. അതുകൊണ്ട് നമ്മളാരും ഇതിനെന്താക്കണ്ട, ഇതിന് പിന്നെ മെനക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ മെനക്കെടാനല്ല, നമ്മൾ വിചാരിക്കേണ്ട നമ്മളെ കൊണ്ട് അത് നടക്കുന്നതെന്ന് വിചാരിക്കേണ്ടെന്ന് അർത്ഥം. അള്ളാഹു താല നടത്തും ഇൻഷാ അല്ലാഹ്.